ഞാനുള്ളത് പെരിന്തമണ്ണയിലുള്ള ജെമിനി സർക്കസിലാണ് കേട്ടോ. അപ്പോൾ ആക്ച്വൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനാത്തുമംഗലം ബൈപ്പാസ് റോഡാണ് കേട്ടോ. അപ്പോൾ 3 ഷോസാണ് ഡെയിലി ഉണ്ടാവുന്നത്, 1 മണിക്ക്, 4 മണിക്ക്, 7 മണിക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 7 മണിക്കുള്ള ഒരു ഷോക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ 150, 250, 350 അങ്ങനത്തെ ഒരു റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയപ്പോൾ 350 എന്നാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 350, അയ്യോ അത് കുറച്ച് കൂടുതലാണെന്ന് വിചാരിച്ചു. പിന്നെ 150 ഉണ്ടല്ലോ, കാരണം ഞങ്ങൾ 10 ആൾക്കാരാണ് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്ത മാസം 7-ാം തീയതി വരെയും കൂടി ഉള്ളൂ കേട്ടോ ഷോ. അപ്പോൾ അതിന് മുന്നേ പോവുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണുക. ഒരു 2 മണിക്കൂറായിരിക്കും, നമ്മൾ 7 മണി ടു 9 മണി വരെയാണ്. അപ്പോൾ ഒരു 10-15 വെറൈറ്റി ഷോസുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമില്ലേ, ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പേടിയാണ്. ഈശ്വര അടിയിൽ നെറ്റ് ഉണ്ടെങ്കിലും എന്നാലും പിടിക്കുമോ എന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 350 രൂപയുടെയൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തിരുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 150 രൂപയുടെ എടുത്തുകൊണ്ട് കുറച്ച് ലോങ് ആയിട്ടാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ കുറച്ച് ഇത് പ്രശ്നം ഉണ്ടായിരിക്കും, ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഈ ബൊമ്മ കണ്ടിട്ട് എൻ്റെ അനിയത്തി പറഞ്ഞത് ഇതൊരു ബാറ്ററി ആണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതൊരു ആളാണ്, ആള് കൈ ഒരു ഭാഗത്തും കാലൊരു ഭാഗത്തും അങ്ങനെ ആയിട്ട് നമുക്ക് തോന്നണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അത് മനസ്സിലായില്ല. പിന്നെ ഈ ഒരു സംഭവത്തിനില്ലേ, അത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. നമ്മളല്ല അവർ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാവും, ഇയാളെങ്ങാനും താഴ്ത്തിക്ക് വീഴുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ 150 രൂപയുടെയൊക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ നെറ്റും അങ്ങനെയൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് വിസിബിൾ ആവില്ല ചില ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 350 രൂപയുടെ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഷോയുടെ അവസാനം വരുന്നത് ആഫ്രിക്കക്കാരുടെ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു ട്രാഫിക് കിട്ടിയിരുന്നു കേട്ടോ, കാരണം അത്രയും ഒരു സിറ്റിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, താങ്ക്